കരിങ്കോഴി ഇറക്കുകയും എല്ലാ നടയും തുറന്നുള്ള പൂജയൊക്കെ അമ്മ ചെയ്തില്ലേ? അതുവഴി പ്രീതിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളൂ. പ്രീതിക്ക് ഇനി മൗനവ്രതത്തിൽ ജലപാനമില്ലാത്ത തപസ് കൂടി വേണ്ട അമ്മേ. പ്രീതിക്കോ? ഇതൊരു അവസരമാണല്ലോ. ആ, അത് ആന്റിക്ക് മനസ്സിലായില്ലേ? പ്രീതിയുടെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും വസുമതി ആന്റിക്ക് മനസ്സിലായിട്ടുണ്ട്. പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിലേക്ക് മകനും കൂടി വന്നതല്ലേ? അതൊന്നുകൂടി കടുപ്പിക്കാനാ ഈ മൗനവ്രതവും ജലപാനം ഇല്ലാത്ത തപസ്സും ഒക്കെ. ആണോ? പിന്നല്ലാതെ. കരിങ്കോഴി അറുക്കലും നട തുറന്നുള്ള പൂജയൊക്കെ കരിങ്കാളിക്ക് മുന്നിൽ ചെയ്യുന്ന ക്ഷുദ്രങ്ങളാ. തലയേറ്റു വീഴുന്ന കോഴി ദേവിക്ക് മുന്നിൽ പ്രാഗിക്കൊണ്ടല്ലേ ആന്റി ചാവുന്നത്? ആ ദോഷം ക്ഷുദ്രം കിട്ടുന്ന ആൾക്കുണ്ടാവും. ഞാനുള്ള സത്യം പറഞ്ഞതേ ഉള്ളൂ. സിദ്ധൻ പറഞ്ഞതുപോലെ അദ്ദേഹം ജപിച്ചെന്ന യന്ത്രം പഞ്ചകൈലാസത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശാലിനിയുടെ ഉപേക്ഷ കൊണ്ട് അതും നടന്നില്ല. വസുമതി ആന്റിയുടെ കഠിന പ്രയോഗങ്ങൾ കൂടി ആവുമ്പോ ദോഷം 10 മടങ്ങായി പ്രീതിയുടെ തലക്കടിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ആന്റി ഒരു പാവം ആന്റി. അതുകൊണ്ട് ആന്റി എല്ലാരും കൂടി കബളിപ്പിക്കുന്നത് ആന്റി അറിയാതെ പോകുന്നത്. ആ യന്ത്രം മാറ്റിയതിൽ ശാരദാമ്മയ്ക്കും കൈയുണ്ടെന്ന് മനസ്സിലായല്ലോ. അവർക്ക് പ്രീതിയോട് ശരിക്കും പകയുണ്ട്. അവരുടെ മകളെ ഭാമാന്റി പീഡിപ്പിക്കുകയാണെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. അതിന് പകരം വീട്ടാനാ അവര് പ്രീതിയോട് ഈ ദ്രോഹമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീതി ഒരു മണ്ടി ആയതുകൊണ്ട് അവരെ ശാലിനിയും കണ്ണടച്ച് വിശ്വസിക്കും. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ അഭിനയിക്കും. ഗർഭിണിയാണെന്നുള്ള കാര്യം ഒളിപ്പിച്ചു വെച്ചതിന് ആന്റി പ്രീതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ശാരദാമ്മ എന്തിനാ അവളെ 2 കൈ നീട്ടി സ്വീകരിച്ചത്? പ്രീതിയോടുള്ള സ്നേഹം കൊണ്ടാ? അല്ല, ആന്റിയോടുള്ള വിരോധം കൊണ്ട്. ആന്റി കൈയൊഴിഞ്ഞപ്പോ അവളെ സ്വീകരിച്ചില്ലേ ശാരദാമ്മ? അങ്ങനെ നിങ്ങളെ തമ്മിൽ അകറ്റണമായിരുന്നു ശാരദാമ്മയ്ക്ക്. പിന്നെ വഴി വെച്ച് പ്രസവം എടുത്തതിന്റെ കേമത്തം. എത്ര പെണ്ണുങ്ങളുടെ പ്രസവം എടുത്തിട്ടുണ്ട് ശാരദാമ്മ? പ്രീതിയുടെ ഒരു ഇറ്റ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കുമായിരുന്നോ? ഇതൊക്കെ പെണ്ണുങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ ആന്റി? പിന്നെ ക്ലേശിച്ച് പ്രസവം എടുത്തു എന്നുള്ള തള്ള്. നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴും കറ്റ മെതിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പോയി പ്രസവിച്ചിട്ട് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും അങ്ങ് സംഭവിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ആരുടെയും കേമത്തം കൊണ്ടൊന്നും അല്ല. ആന്റി തന്നെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിന്റെ ഒരു AC റൂമിൽ ജനിക്കേണ്ടതല്ലായിരുന്നോ ആന്റിയുടെ കൊച്ചുമോള്? അതിനു പകരം ഏതോ പാലത്തിനടിയിൽ 3-4 പഴന്തുണിയും വിരിച്ച് പട്ടിയും പൂച്ചയൊക്കെ പെറുന്നത് പോലെ. പ്രീതിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ ചായക്കടക്കാരിയും മകളും സമാധാനം പറയുമായിരുന്നോ? എന്റെ കയ്യിൽ നിന്നില്ല സത്യാമ്മയെന്നും പറഞ്ഞ് അവര് കണ്ണീര് ഒലിപ്പിച്ച് കൈമലർത്തും. പോകുന്നത് ആന്റിക്ക് മാത്രമല്ലേ? ഇത്രയും ദ്രോഹം ചെയ്തവരെ ആന്റി തിരിച്ചറിയാതെ ആരതി ഒഴിയൽ, പുഷ്പവൃഷ്ടി, പിന്നെ കെട്ടിപ്പിടുത്തം, താക്കോൽ ദാനം, എന്തെല്ലാം ആയിരുന്നു. ആന്റി അവര് ശരിക്കും മണ്ടിയാക്കി ആന്റി. അതുപോലെ തന്നെ ദാ ഇരിക്കുന്ന ഒരു ഐറ്റം. ആന്റി മുടിഞ്ഞു കുത്തുവാളെടുക്കണമെന്നാ എന്നും ഇവരുടെ ആഗ്രഹം. നൂലുകെട്ടിന് ഇവര് വന്ന് മോളെ ഓമനിച്ചിട്ട് പോയതേ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നമ്മുടെ വീട്ടിലെ രഹസ്യങ്ങൾ അറിഞ്ഞ് പ്രീതിക്ക് പറ്റുന്ന രീതിയിൽ പാരവെക്കണം.
അതാണ് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു മൗനവ്രതവും തപസ്സും. ആന്റിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഒരു ചങ്ങലവട്ടെടുത്ത് അവരുടെ തലയടിച്ച് പൊളിച്ചേനെ. വസുമതി, നിനക്കൊരു മാറ്റമില്ല അല്ലടി. പ്രീതിയുടെ കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഭാമാന്റിയോട് പറയിക്കും വസുമതി കുഞ്ഞുമേ. എന്ത് ക്ഷുദ്രപ്രയോഗമാണ് നീ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? എന്റെ മൗനവ്രതം തകർക്കാനുള്ള ശ്രമം. പക്ഷേ ഈ വസുമതി അതിലൊന്നും വീഴില്ല. എടി മറുപടി പറയാൻ. ഇവിടെ ആരും ക്ഷുദ്രപ്രയോഗം ഒന്നും നടത്തുന്നില്ല. പിന്നെന്തിനാടി കരിങ്കോഴി അറക്കലും നട തുറക്കലും ഒക്കെ? അത് ക്ഷുദ്രാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? മുട്ടയെന്ന് വിരിയാത്ത നീ എന്നോട് ന്യായം പറയാൻ നിൽക്കരുത് കേട്ടോ. പല തവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാ. സത്യഭാമയുടെ കയ്യിൽ നിന്ന് കിട്ടിയ താങ്ങില്ല നീ. അവളുടെ മകൾക്ക് വേണ്ടി ഞാൻ വ്രതം ഇരിക്കുമ്പോ അവൾ എന്റെ മകളുടെ മേൽ കുതിര കയറുന്നു. അമ്മ വ്രതം ഇരിക്കാം, നിങ്ങളൊന്ന് ശല്യപ്പെടുത്താതെ പോയേ. ആരുടെ അമ്പലായി പോയി? ആരെ കുളിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ടാണ് നിന്റെ അമ്മയുടെ വ്രതം? സംശയം എന്താ? നിങ്ങളുടെ മകൾക്ക് വേണ്ടി തന്നെയാ. ജയിച്ചു. വാക്കുകൾക്കിടയിൽ വിട്ടുപോയതൊക്കെ ഞാൻ നേരത്തെ തന്നെ ഭാമാന്റിക്ക് പൂരിപ്പിച്ചു കൊടുത്തല്ലോ. മനസ്സിലായടി. നിനക്കിപ്പോഴും തെക്കുങ്ങൂർ കോവിലകത്തെ ഗോപികൃഷ്ണന്റെയും അംബാലിക കുഞ്ഞമ്മയുടെയും മകൾ റോഷ്നിയുമായിട്ടുള്ള ബന്ധത്തിനാ താല്പര്യം അല്ലടി? അതിനുവേണ്ടി എന്റെ മോളെ മുമ്പ് ഹേമലതയെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കിയവളാ നീ. അത് നടക്കാതെ വന്നപ്പോ കരിങ്കാളിക്ക് മുന്നിൽ കരിങ്കോഴിയും നട തുറക്കലും അല്ലടി? വസുമതി, നീ ഇപ്പോ ഈ നിമിഷം ഇവിടെ എഴുന്നേറ്റോ, അല്ലെങ്കിൽ ചവിട്ടി നിന്റെ നട്ടെല്ലൊടിക്കും ഞാൻ. എന്നാ ഓടിക്കടി. കരിങ്കാളിക്ക് മുന്നിൽ കരിങ്കോഴി അറുത്തതും നട തുറന്ന് പൂജ ചെയ്തതും ഒക്കെ നിന്റെ മകൾക്ക് വേണ്ടി തന്നെയാ. എന്നാൽ അതവളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. അല്പം മാത്രം ശ്വാസമുള്ള ആ ശരീരത്തിലെ പ്രാണൻ കുറച്ചു നേരത്തേക്കെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാ. വസുമതി കുഞ്ഞമ്മേ, നിങ്ങളെ കൊണ്ട് തന്നെ ഞാനത് പറയിച്ചു. അത് മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ ഞാൻ പ്രീതിയെ സ്നേഹിക്കുന്നതുകൊണ്ടാ. എന്റെ മകന്റെ ചോരയിൽ ഒരു കുഞ്ഞു പിറന്നപ്പോ ഞാൻ മാറി. എന്നാലും നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ സത്യഭാമേ. തലയ്ക്ക് ക്ഷതമേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ മകൾ ആശുപത്രി കിടക്കേ കിടന്ന് ജീവന് വേണ്ടി പോരടിക്കുമ്പോഴെങ്കിലും ഒരമ്മയ്ക്ക് അല്പം മാറ്റമൊക്കെ ആവാം. ഭർസനവും നിന്നയൊന്നുമല്ല, ഭക്തിപൂർവ്വമുള്ള പ്രാർത്ഥനയാ ആ നാവിന്ന് വരേണ്ടത്. നീ എന്താ ഈ പറയുന്നേ? ചെന്ന് നോക്ക് കരുണ ഹോസ്പിറ്റലില്. അവിടെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നുണ്ട് നിന്റെ മോള്. എന്നെ ചാടിക്കടിക്കാൻ നിക്കണ്ട, പോയി നോക്കടി ഹോസ്പിറ്റലില്. വസുമതി, ഞാനിപ്പോ കരുണ ഹോസ്പിറ്റലിലേക്ക് തന്നെയാ പോകുന്നത്. നീ പറഞ്ഞ വിവരം തെറ്റാണെങ്കിൽ നിനക്ക് പിന്നെ മൗനവ്രതം അനുഷ്ഠിക്കേണ്ടി വരില്ല. എന്റെ മകളെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ നിന്റെ ആ പുഴുത്ത നാവ് ഞാൻ വലിച്ചു പുറത്തോട്ടിടും. നീ ചെല്ല്, ബാക്കി നമുക്ക് കാണാം. കാണാവടി. വാ മോളെ. എന്റെ മൗനവ്രതം മുടക്കാൻ ഇറങ്ങിയതാ അവള്. എടുത്ത വ്രതം മുറിയണമെങ്കിൽ വസുമതി വേറെ ജനിക്കണം. അതിനിപ്പോ ആരാ ഇവിടെ മൗനവ്രതത്തിൽ? അയ്യോ,
ഞാൻ മിണ്ടിപ്പോയല്ലേ? ഞാനിപ്പോ എന്താ സത്യഭാമയോട് പറഞ്ഞത്? പറയാൻ പാടില്ലാത്തത് എല്ലാം പറഞ്ഞു. അതൊന്നും സത്യഭാമ അറിയാൻ പോകുന്നില്ലെന്ന് ഞാൻ അർജുന്റെ വാക്ക് കൊടുത്തിരുന്നതല്ലേ? അതെ. എന്നിട്ട് നീ എന്താടി എന്നെ തടയാതിരുന്നത്? അമ്മയുടെ ആ ഫ്ലോ അങ്ങ് പോകണ്ടെന്ന് കരുതി. ഫ്ലോ കുന്തം ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ നീ? എങ്ങോട്ടാ അമ്മേ? എടീ, ഉടനെ കരുണ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പൊ മൗനവ്രതം തപസ്സും ഒക്കെ എല്ലാം തീർന്നില്ലേടി? പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ കരുണ ഹോസ്പിറ്റൽ അവിടെ കാണില്ല. വാ. നീ വരുന്നുണ്ടോ? വേഗം വാ. വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി സുഖമായിട്ട് ഉറങ്ങി. അഡ്ജസ്റ്റ് ചെയ്യാൻ അവളും പഠിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെയല്ലേ പറ്റൂ, അല്ലേ മോളെ? പ്രീതിക്ക് സംഭവിച്ചത് തികച്ചും യാദൃശ്ചികമായ ഒരു അപകടമല്ല. പിന്നെ പ്രീതിക്കും കുഞ്ഞിനും ആപത്തുണ്ടാവണമെന്നും രോഹിത് അപകടത്തിൽപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്കൊപ്പം പഞ്ചകൈലാസത്തിലേക്കുള്ള യാത്രയിലുണ്ടായിരുന്നു. നമ്മൾ 6 പേരിൽ ഒരാൾ. സുസ്മിത, അതെ, അവള് തന്നെ. രോഹിത്തില്ലാതെ ഈ ലോകത്ത് ജീവിക്കണ്ടെന്ന് വരെ അവള് പറഞ്ഞില്ലേ? അതൊക്കെ അവളുടെ അഭിനയമായിരുന്നു അർജുനേട്ടാ. ഇവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം അവളുടെ വിശ്വരൂപം പുറത്തെടുത്തു. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്നെ കൊല്ലാൻ പലവിധ ശ്രമങ്ങളുണ്ടായി. അയ്യോ, ഭക്ഷണത്തിൽ വിഷം ചേർത്തു, ഗ്യാസ് തുറന്നു വിട്ടു, കിണറ്റിൽ തള്ളിയിടാൻ നോക്കി എന്നെ. ഇവരുടെ തന്നെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രോഹിത്തിനെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു ഇവരുടെ താല്പര്യം. ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ഇവര് ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതം മൂളിയത് അത് ഞങ്ങളുടെ വീട്ടിലെ സ്വത്ത് കണ്ട് മാത്രം. ആ സിയോട് നീ പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ? ട്രിപ്പിനിടയില് ഞങ്ങള് രമ്യതയിലായെന്നുള്ളത് നിങ്ങൾ മൊഴി നൽകിയാൽ തന്നെ പോലീസ് അത് വിശ്വസിക്കോ ശാലിനി? രോഹിത്തിനെ പാട്ടിലാക്കാൻ സ്നേഹം നടിച്ചു കൂട്ടിക്കൊണ്ടുപോയി കൊക്കയിലേക്ക് തള്ളിയിട്ടു എന്നല്ലേ സാമാന്യ ബുദ്ധിയുള്ളവർ കരുതൂ. ഞാൻ അവരുടെ കഴുത്തിനോ അവരെന്റെ കഴുത്തിനോ കുത്തിപ്പിടിച്ചതുകൊണ്ട് പോയവൻ തിരിച്ചു വരുമോ? അവനെന്നോ? പോയവര് പോയി ശാലിനി. ഇനി അതിന്റെ പിന്നാലെ തൂങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു,
രോഹിത്തിന്റെ മരണം ആഗ്രഹിക്കുന്ന കറ തീർന്നൊരു കുറ്റവാളിക്കൊപ്പമാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന്. പ്രാണനെ പോലെ പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞയാള് മരണത്തിലേക്കോ അതിന് സമാനമായ മറ്റെന്തിലേക്കോ വീണു പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല. കുറച്ചു മുമ്പ് വരെ തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കൈകള് കണ്ണെത്താ ദൂരത്തെങ്ങോ മറിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഒരു പെണ്ണിനും ഇങ്ങനെ പറയാനാവില്ല അർജുനേട്ടാ. വീട്ടിലെത്തിയപ്പോ അവള് മറ്റൊരു മുഖമാ പുറത്തെടുത്തെ. എന്താ? രോഹിത് കൊക്കയിലേക്ക് വീണു. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എക്സ്ക്യൂസ് മീ, രോഹിത് സൂയിസൈഡ് പോയിന്റിൽ വെച്ച് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ നിങ്ങളുടെ മകൻ വിഷ്ണു പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വന്നതാ. അത് യാദൃശ്ചികമായ ഒരു അപകടമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ രോഹിത്തിനെ സുസ്മിത സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളി താഴെ ഇട്ടുന്ന്. സുസ്മിതയുടെ ചെറു വിരലെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ പിടിച്ച് നിങ്ങളുടെ കാൽ ചുവട്ടിലേക്ക് ഇട്ട് തരുന്നത് ഈ സത്യഭാമയായിരിക്കും. പക്ഷേ അത് സത്യഭാമയുടെ കോടതിക്ക് എന്റെ മനസാക്ഷിക്ക് ബോധ്യമാവണം. പഞ്ചകൈലാസത്തിൽ വെച്ച് തന്നെ അവളെ പോലീസിന് കാട്ടിക്കൊടുത്താൽ മതിയായിരുന്നു. അവളെ സംശയമുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാ സത്യം അവളെ കൊണ്ട് പറയിച്ചേനെ. അതെങ്ങനെയാ വിഷ്ണുട്ടാ? പ്രീതിയുടെ പ്രശ്നം വന്നപ്പോ എല്ലാവരുടെയും ശ്രദ്ധ മാറിയില്ലേ? അതിനൊപ്പം അവള് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ഇവിടെ എത്തിയപ്പോ അവൾക്ക് മനസ്സിലായി ഇനി മുതൽ സത്യാമ്മയുടെ ഒരു കുടയുണ്ടാവും തലയ്ക്ക് മുകളിലെന്ന്. പിന്നെ ആരെ പേടിക്കാനാ? അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് മതിയായ തെളിവില്ലാതെ ഒന്നും ചെയ്യാനാവില്ല. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവള് മറ്റുള്ളവർക്ക് നേരെ തിരിക്കുള്ളൂ വിഷ്ണുട്ടാ. പ്രീതിയുടെ കാര്യത്തിലും അവൾ അങ്ങനെയല്ലേ ചെയ്തേ? പ്രീതിയുടെ കാര്യത്തിലോ? ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്ന് അർജുനേട്ടാ. പ്രീതിയുടെയും കുഞ്ഞിന്റെയും ദോഷം മാറാൻ സിദ്ധം ജപിച്ചു എന്ന യന്ത്രമായി അല്ല നമ്മൾ പഞ്ചകൈലാസത്തിലേക്ക് പോയത്. പിന്നെ ആ യന്ത്രം മാറ്റി സുസ്മിത പകരം മറ്റൊന്ന് വെച്ചു. ആ ചതിയ ഈ ദുരന്തങ്ങളുടെ എല്ലാം മൂല കാരണം. ഇക്കാര്യം മറ്റുള്ളവരാരും അറിഞ്ഞില്ല ശാലിനി. അറിഞ്ഞു. പക്ഷെ കുറ്റം മുഴുവൻ എന്നത്തെയും പോലെ ശാലിനിക്ക് ശാരദമ്മയ്ക്കാണെന്ന് മാത്രം. അതെന്താ? മോറങ്ങോട്ട്. എന്തിനാ നീ ഇത് മാറ്റിവെച്ചത്? സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ രോഹിത്തിന് ഈ ദുരന്തം വന്നത്. അപ്പോ അവൾ വീണ്ടും ജയിച്ചു അല്ലേ? അപ്പോ ആ സംശയത്തിലാണല്ലേ സത്യമ്മ പ്രീതിയെ വിളിച്ചത്? അതെ, വ്രതത്തിലാണെന്ന് അർജുനേട്ടൻ പ്രീതിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ എത്ര സമയത്തേക്കാ? ഇന്നല്ലെങ്കിൽ നാളെ സത്യാമ്മ അതറിയില്ലേ? അതല്ലെങ്കിൽ ആ സുസ്മിത എന്നെ സത്യാമ്മ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കില്ലേ? അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടാവില്ല. ഇന്നിനിയിപ്പോൾ ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാം അർജുനേട്ടാ. ഈ അവസ്ഥയിൽ പ്രീതിയെ കാട്ടിക്കൊടുത്താൽ നമുക്ക് സത്യാമ്മയും കൂടി നഷ്ടപ്പെടും. ഇനിയിപ്പോൾ മറ്റൊരു അപകടം കൂടി ഉണ്ട് ശാലിനി. നമ്മളാരും പറയാതെ തന്നെ പ്രീതിയുടെ ഈ അവസ്ഥ സത്യാമ്മ മനസ്സിലാക്കിയ നമ്മൾ ഈ വിവരം സത്യാമ്മയുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചെന്ന് തോന്നിയ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് കഴിയൂ.
ഇനിയിപ്പം സത്യമ്മ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കട്ടെ. എന്നാലും സത്യമ്മയുടെ ജീവൻ വെച്ചൊരു റിസ്ക് എടുക്കാൻ വയ്യ.